ശക്തിയുടെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മഹാനവമി. സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മഹാനവമി ആശംസകൾ. അപ്പൊ ദാ ഐശ്വര്യമായി വിളക്കൊക്കെ വെച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ മഹാനവമി എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുകയാണ്. അതിനു മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ശരത് സർ നമസ്കാരം. നമസ്കാരം ശരത് സർ. ചേച്ചി നമസ്കാരം പാറു. നമസ്കാരം ചേച്ചി. ഷാനിക്ക നമസ്കാരം പാറു. നമസ്കാരം ഷാനിക്ക. അപ്പൊ എല്ലാവർക്കും മഹാനവമി ആശംസകൾ. തിരിച്ചു എല്ലാവർക്കും മഹാനവമി ആശംസകൾ. താങ്ക് യു. അപ്പൊ എന്തായാലും മഹാനവമി ഒക്കെ അല്ലേ, ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ വെച്ച് നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചും കൂടെ ഐശ്വര്യമാക്കാൻ ഒരു പാട്ട്, നമ്മളൊരു ഒരു എല്ലാ ജനങ്ങൾക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു പാട്ട്, ഓക്കെ, നമ്മുടെ മൂകാംബിക അമ്മയെ കുറിച്ചുള്ള ഒരു പാട്ട് പാടും. ഓക്കെ. സൗപർണികാമൃതവീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ മൂകാംബികേ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. യെസ്. ഓക്കെ, സോ ഫാസ്റ്റ് ബീറ്റ് റൗണ്ടിൽ ആദ്യമായി പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം ഫാഹിസ്. അടിറാക്ക് എൻ മൂക്ക് എൻ കണ്ണ് എൻ പല്ല് എൻ രാജായി. அடி என்னடி ராக்கம்மா பல்லாக்கு நடிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சானே இழுக்குதடி. அடி என்னடி ராக்கு அடி என்னடி ராக்கம்மா பல்லாக்கு நடிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சானே இழுக்குதடி. அஞ்சாறு ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. அஞ்சாறு ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. அம்மூரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. ஆக அம்மூரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. சின்னால பட்டியில கண்டாங்கி எடுத்து என் கையால கட்டி விடவா. ஏகத்த அவ பெத்த எம்மெத்த அடி ராக்கம்மாகத்தோடு முத்து தரவோ. அடி என்னடி ராக்கம்மா பல்லாக்கு நலிப்பு என் நெஞ்சு குலங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சானே இழுக்குதடி. சக்களத்தி வள்ளி குரத்தி நம்ம கதையில இருக்குதடி. தெய்வான சக்களத்தி வள்ளி குரத்தி நம்ம கதையில இருக்குதடி. சிங்கார மதுரையின் வெள்ளையம்மா கதை தினம் தினம் நடக்குதடி. அக சிங்கார மதுரையின் வெள்ளையம்மா கதை தினம் தினம் நடக்குதடி. அடிதப்பாமல் நான் உன்னை சிறையெடுப்பேன் ஒன்னு ரெண்டாக இருக்கட்டுமே.
என் கண்ணு என் மூக்கு என் பல்லு என் ராஜா கல்யாண வைபோகமே அட டும் 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 பி 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 டும் 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 பி 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 டும் 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 பி 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 அட பி 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 டும் 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 பி 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 டும் 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 ഫാഹിസ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി. ഇപ്പോഴാണ് ഫാസ്റ്റ് ബീറ്റിന്റെ ഇതിലേക്ക് അങ്ങ് എത്തിയതല്ലേ ചേച്ചി? ഫുൾ പെർഫോമൻസും ആ ഒരു വൈബും എല്ലാം ആ സ്റ്റേജിൽ നീ പെർഫോം ചെയ്ത രീതി ഒക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, സൂപ്പർ. ഇനി ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ നമുക്ക് ചോദിക്കാം. ചേച്ചി. ഫാഹിസ് ഓ ചേച്ചി കലക്കി, അടിച്ചു പൊളിച്ചു. ഒരു ഫാസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുമ്പോ അതെ ഇതാണത്. അതെ. പാറു ഡാൻസ് സീക്വൻസ് അടിപൊളി. ഇങ്ങനെ നിക്കാന്ന് ചേച്ചി, അപ്പോഴൊക്കെ വന്ന് വിളിച്ചു. ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഇല്ല, പക്ഷെ ശരിക്കും ഒരു കോർഡിനേഷൻ ഭയങ്കര രസമായിരുന്നു. അവൻ വരുമ്പോ അറിയാലോ വിളിക്കാൻ വരാന്നാ. പിന്നെ നമ്മളെ അല്ല, വിളിക്കാൻ വരുന്നത് വേറെ, പക്ഷെ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓ, എന്ത് ചെയ്യാല്ലേ. അതെ. ഈ പാട്ടിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആരൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള? ഇതിന്റെ മ്യൂസിക് MS വിശ്വനാഥൻ സാറാണ്, ലിറിക്സ് കണ്ണദാസൻ സാറാണ്, പാടിയത് TM സൗന്ദര്യരാജൻ സാർ. TMS സാർ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ശിവാജി ഗണേശൻ സാർ, പിന്നെ ജയലളിത മാം ആണ് അഭിനയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് TMS സാറിനെ പറ്റിയാണ്. എന്റെ ദൈവമേ, ഹീസ് ഒരു ലെജൻഡ്, അമ്മാതിരി സിംഗർ. നമ്മൾ ശരിക്കും ഈ എന്നടി റാക്കമ്മ കേൾക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഡപ്പം കുത്തും. പക്ഷെ ഈ പാട്ടിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഫീല്, അദ്ദേഹത്തിന്റെ വോയിസിലുള്ള ഒരു ഫീൽ, അത് ശിവാജി സാറ് നിന്ന് അദ്ദേഹം ആണ് പാടിയതെന്ന് തോന്നും. അമ്മാതിരി ഒരു സിംഗിങ് ഫീൽ. ആ പാട്ടിന്റെ വിഷ്വലൈസിങ് കണ്ടിട്ടുണ്ടോ? വിഷ്വൽസ് എന്ത് ഭംഗിയാണ്. ശരിക്കും അദ്ദേഹം അത് സംസാരിക്കുന്നത് പോലെ തോന്നും നമുക്ക്. അത്ര മനോഹരമായിട്ടാണ് ആ ഒരു പാട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഫാഹിസ് ഇതിൽ നന്നായിട്ട് പാടി. നല്ല ഒരു ഡിഫറെൻറ്റ് വോയിസ് ആണ് ഫാഹിസിന്റെ. യൂഷ്വലി നമ്മൾ ഈ ഇതിനൊരു ഒരു ടപ്പാങ്കൂത്തൊരു വോയിസ്, ഒരു സ്റ്റൈലുണ്ട്. പക്ഷെ ആ വോയിസിൽ നിന്നും മാറിയിട്ട് ഫാഹിസിൻ്റെതായ ഒരു വോയിസിലാണ് പാടിയത്. നൈസ്, നല്ലതായിരുന്നു, വെരി നൈസ്. വേറൊരു കാര്യം, എനിക്ക് കുറച്ചുകൂടി ഞാൻ TMS സാറിൻ്റെ ആ ഒരു ഫീൽ വൈസ് ഉള്ള ഒരു അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചുകൂടി അതിനൊരു റോ ഫീൽ വരാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. മോനൊന്ന് ആ ഫസ്റ്റ് പല്ലവി മാത്രം ഒന്ന് പാടോ. அடியனடி ரக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சானே இழுக்குதடி. അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ. 5-6 ரூபாய்க்கு மணிமாலை உன் கழுத்துக்கு பொருத்தமடி. 5-6 അവിടെയൊക്കെ ഒരു സ്ട്രെയിൻ വരുന്നുണ്ട് ചില ഭാഗങ്ങള്. അത് അങ്ങനെ ആലോചിച്ച് പാടേണ്ട ഒരു പാട്ടുമല്ല. ഇത് ഫുൾ ഓഫ് എക്സ്പ്രഷൻ സോങ് ആണ്. അപ്പൊ ആ സിംഗിങ്ങിന്റെ അകത്ത് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഫോഴ്സ് വരണം. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇതിൽ ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ ഇത് പാടി കേൾപ്പിക്കുക, കാരണം ഇത് ഒരു മെയിൽ സ്കെയിലാണ് പാടുന്നത്. രജിത് ഭായ് ഒന്ന് F# തരൂ. அடி என்னடி ராக்கம்மா பல்லாக்கின் இடிப்பு என் நெஞ்ச குலுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சான இழுக்குதடி. அடி என்னடி ராக்கம்மா பல்லாக்கின் இடிப்பு என் நெஞ்ச குலுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சான இழுக்குதடி. അതിനൊരു ആക്സെന്റ് ഉണ്ട് ആ പാട്ടിന്. അതെ, ആ മച്ചാനെ എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു വിബ്രാട്ടോ. അത് വിബ്രാറ്റോ ആണ് ആ അദ്ദേഹത്തിന്റെ ആ സിംഗിങ്ങിൽ. മോൻ ശ്രദ്ധിക്കണം. പിന്നെ ഫാഹിസ് പാടുമ്പോൾ ഞാൻ വിചാരിച്ചു പാറുവിനെ വിളിച്ചു കൊണ്ടുവരുമ്പോ അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവള് കാലത്തെ മുട്ടം അടിക്കൂല പല പോലും തേക്കൂല എന്ന് പാടുന്നു. എടാ അങ്ങനെങ്ങാനും പാടിയെന്ന് ഞാൻ കൊന്നേനെ. ഞാനതാ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്തായാലും ഫാഹിസ് നല്ലൊരു പാട്ട് കൊണ്ടുവന്നു. നല്ല അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഗോഡ് ബ്ലെസ് യു ഡാ, വെരി നൈസ്. ഓക്കെ ചേച്ചി, താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. നല്ലതായിരുന്നു ഫായിസ, താങ്ക് യു. അടിപൊളിയായിരുന്നു.
എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചുകൂടി എനർജി ആവാമെന്ന് എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി മോർ എനർജി എന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് ഇപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളാണ്, നിങ്ങളിത് എല്ലായിട്ടും ഇങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിത് മാനേജ് ചെയ്യാൻ പഠിക്കണം. കാരണം ഈവൻ ആ ഡാൻസ് ആണെങ്കിലും അതിന് കുറച്ചുകൂടി എനർജി ആവാം കേട്ടോ. ഞാൻ ആകെ ബിറ്റ് മോർ എനർജി, പിന്നെ ആ ഒരു കാലത്തെ പാട്ടിൻ്റെ ഒരു ടെക്സ്ചർ കീപ്പ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇറ്റ്സ് നൈസ്, മോശം എന്ന് പറയുന്നില്ല, പക്ഷെ അതിനുള്ള ഒരു റോനെസ് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. അത് കുറച്ച് മിസ്സായതുപോലെ മാത്രം തോന്നി, അത്രേ ഉള്ളൂ. ബട്ട് ദെൻ അഗൈൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ഒരു ഫാസ്റ്റ് സോങ്ങുമായിട്ട് വന്നതിന് ഫായിസേ നന്ദി ഉണ്ടടാ, 1000 നന്ദി ഉണ്ടടാ നിന്നോട്. താങ്ക് യു ഷാനിക്ക. ശരത് സർ, ഹായ്സ്, ഇത് ആരാണ് സെലക്ട് ചെയ്തെന്ന്? സെലക്ട് ചെയ്ത ഞാൻ തന്നെയാണ്. സത്യം പറയൂ. സത്യമാണ്. ആണോ? ആ, കൊള്ളാം, പേടിച്ചു പോയി അവൻ. നല്ല രസമുണ്ട്. താങ്ക് യു സാർ. പക്ഷേ മോനെ TM സൗന്ദരരാജൻ എന്നുള്ള പാട്ടുകാരൻ തമിഴ്നാട്ടിൻ്റെ പാട്ടുകാരനാണ്. തമിഴ് മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന, പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് അദ്ദേഹം. അപ്പം എല്ലാ പാട്ടുകളും ഈ ശിവാജി സാറിനും MGR സാറിനൊക്കെ അദ്ദേഹം പാടിയാൽ മാത്രമേ സൂട്ടാകത്തുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കൊണ്ടുവന്നതിൽ കുറേ സന്തോഷം. പിന്നെ കണ്ണദാസൻ സാർ, അയ്യോ, ഒരു നിവൃത്തിയില്ലാത്ത, തമിഴകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എഴുത്തുകാരൻ കണ്ണദാസൻ സാർ. അതിനുശേഷമുള്ള ബാക്കിയുള്ളവർ, ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യനാണ്. അതുപോലെ MS വിശ്വനാഥൻ സാർ, അദ്ദേഹം മലയാളിയാണെങ്കിലും തമിഴ്നാട്ടുകാർക്ക് സ്വന്തം. കാരണം അദ്ദേഹം ചെയ്ത കൂടുതൽ പടങ്ങളും അവിടെയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ പാട്ടെടുത്തുകൊണ്ട് വന്നതിൽ കുറേ സന്തോഷം കേട്ടോ. നന്നായിട്ട് പാടി. അത് പിന്നെ ഈ പാട്ടിനൊക്കെ അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ ഫാഹിസ് പറഞ്ഞൊക്കെ അത് കുറേ കേട്ട് നമ്മൾ അതുമായിട്ട് ഒന്ന് ജെല്ലാവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഗും വരുന്നത്. എനിക്ക് ആ 5-6 രൂപ ഒന്ന് പാടിക്കോ. 5-6 ரூபாய்க்கு மணிமாலை உன் கழுத்துக்கு பொருத்தமடி. 5-6 ரூபாய்க்கு 5-6 ரூபாய்க்கு மணிமாலை உன் கழுத்துக்கு பொருத்தமடி. 5-6 പാടിക്കോ. 5-6 ரூபாய்க்கு மணிமாலை உன் கழுத்துக்கு பொருத்தமடி. அம்மூரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. அம்மூரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. சின்னால பட்டியில கண்டாங்கி எடுத்து எங்கையால கட்டி விடவா. எகத்தை அவன் மெத்த சொத்த அடிராக்கமா. എന്തോന്നല്ലേ ഇത്? 2 ലിറിക്സും കൂടി കുഴഞ്ഞു. അത് എന്താണ് പാടിയേക്കുന്നത്? നീ ഗൂഗിളിനെ വിട്. എകത്തെ അവ പെത്ത സ്വത്ത അടിറാക്കമാ. അതെന്താണത്? അതിന്റെ അർത്ഥം എന്താണ്? അത്തേന്ന് പറഞ്ഞ അമ്മയെന്ന് തോന്നണ. അമ്മയോ? എന്നാ പിന്നെ അമ്മയെന്ന് വിളിച്ചപ്പോ പെങ്ങളെന്നാവില്ലേ അതിപ്പോ അത്? അത്തൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത്ത അവ പെത്ത അവ പെത്ത അപ്പത്തേന്ന് പറഞ്ഞാല് പെത്തെന്ന് വെച്ചാ അങ്ങനെ പെറ്റെടുത്തത് കേട്ടോ. അത്ത അവ പെത്ത സ്വത്തെ സ്വത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വത്ത്, മുത്തേ സ്വത്ത എന്നൊക്കെ വിളിക്കത്തില്ല. അതുപോലെ അത് ലിറിക്കാണെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. അല്ല, ഈ ഫിലിമിന്റെ പേരറിയാമോ? ഫിലിമിന്റെ പേര് അറിയില്ല. പട്ടിക്കാടാ പട്ടണമാ കേട്ടോ. കാര്യം ഇതൊക്കെ നിങ്ങൾ കാണുമോ ഈ പാടാ? അറ്റ്ലീസ്റ്റ് ഈ പാട്ടെങ്കിലും കാണുമോ? ഇപ്പൊ വീഡിയോ കാണലുണ്ട്. പാട്ട് പഠിക്കുമ്പോ തന്നെ വീഡിയോ കാണും. അങ്ങനെ ഡാൻസ് ഒക്കെ പഠിക്കണതല്ലേ, അപ്പൊ കാണാൻ. ഡാൻസാ അതിമനോഹരം, അത് ഞാൻ പറയാൻ പറ്റും. സൂപ്പർ സൂപ്പർ. ഈ അവസാനത്തെ പോർഷൻ മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് ഒരു സുഖമില്ലാണ്ട്. ബാക്കി എല്ലാം നന്നായിരുന്നു. പക്ഷെ അത് നിനക്ക് നല്ലതാ. വേണ്ടാന്ന് വെച്ചതാണ്, പിന്നെ അവര് പറഞ്ഞപ്പോ അവര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണല്ലോ നിന്നെ കൊണ്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരത്സാറല്ലേ പറഞ്ഞേ എന്ത് പറഞ്ഞാലും സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്ത് ചെയ്യണം. പിന്നെ അല്ലാണ്ട് അത്രേ ഉള്ളൂ. അസാധ്യമായിരുന്നു. എനിക്ക് നിന്നെ പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് വാക്കുകളില്ല. യു ആർ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അതെ, ഒന്നും പറയാനില്ല. താങ്ക് യു. നേരെ എടുക്കുക, കിണറ്റിലിടാ. ഓക്കെ, മാർക്സ് വെക്കാം. ഫാഹിസിന് ഇന്നത്തെ ഈ പെർഫോമൻസിന് 8.1. താങ്ക് യു ചേച്ചി. ശരത് സർ. ഫായിസ് സർ,
ഇതൊക്കെയാലും ഒരു ഫാസ്റ്റ് നമ്പർ കൊണ്ടുവന്ന് പാടി അതിന് 8 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷനിക. സോ ടോട്ടൽ 16.1. കൊള്ളാം. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടും അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. ഫാസ്റ്റ് ബീറ്റ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം യശ്. ओ साहेबो मैं जहाँ देखूं जाऊं जहाँ मुस्कुराता है सारा ज़मां ओ साहिबा जगमगाती है राहें मेरी जाने कैसी है जादूगरी नया गीत कोई फिजा गा रही है ज़मीं सुन रही है हवा गा रही है साहिबा कितने सारे गीत सुरीले जब ये मौसम गाता है गम की गलियां छोड़ के ये दिल सपनों के घर जाता है कितने सारे गीत सुरीले जब ये मौसम गाता है गम की गलियां छोड़ के ये दिल सपनों के घर जाता है साहिबा मैं जहाँ देखूं जाऊं जहाँ मुस्कुराता है सारा समाज जगमगाती है राहें मेरी जाने कैसी है जादूगरी साहिबा 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 ओ साहिबा 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 पल पल छिन छिन मचले ये दिल मेरे ख्वाबों का है फूल खिला महका हूँ मैं जो चाहा था मुझे वो मिला बहका हूँ मैं उजली उजली किरणें है जागी जागी राहें भीनी भीनी खुशबू ने फैलाई है बाहें उजली उजली किरणें है जागी जागी राहें भीनी भीनी खुशबू ने फैलाई है बाहें साहिबा कितने सारे गीत सुरीले जब ये मौसम गाता है गम की गलियां छोड़ के ये दिल सपनों के घर जाता है कितने सारे गीत सुरीले जब ये मौसम गाता है गम की गलियां छोड़ के ये दिल सपनों के घर जाता है मैं जहाँ देखूं जाऊं जहाँ मुस्कुराता है सारा समा जगमगाती है राहें मेरी जाने कैसी ये जादूगरी साहिबा 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 ओ साहिबा 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 पल पल छिन छिन मचले ये दिल
ద గరి మగరి దని ద రి గ మ ప రి బ మగరి మగరి దని ద గరి మగరి దని ద గరి మగరి దని ద రి గ మ ప రి బ మగరి ద రి ద రి మ బ ని రి ద రి మ బ ని రి ద రి మ బ ని ద ద ని ద ద బ ద ని ద బ రి బ బ ని ద రి రి మ బ ని ద రి రి మ బ ని ద రి ద గరి మగరి గరి ద ద ద ని ద రి రి ద బ ద ని బ మగరి మగరి ద రి మగరి ద ని ద మగరి ద ని ద మగరి ద ని ద ఓ సాహిబా कितनी प्यारी लगती है दुनिया आज मुझे हर मंजर लगता है नया साज मुझे उजली उजली किरणें हैं जागी जागी राहें भीनी भीनी खुशबू ने फैलाई है बाहें उजली उजली किरणें हैं जागी जागी राहें भीनी भीनी खुशबू ने फैलाई है बाहें साहिबा कितने सारे गीत सुरीले जब ये मौसम गाता है गम की गलियां छोड़ के ये दिल सपनों के घर जाता है कितने सारे गीत सुरीले जब ये मौसम गाता है गम की गलियां छोड़ के ये दिल सपनों के घर जाता है मैं जहाँ देखूं जाऊं जहाँ मुस्कुराता है सारा समा डगमगाती है राहें मेरी जाने कैसी ये जादूगरी साहिबा 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 ओ साहिबा 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 पल पल छिन छिन मचले ये दिल अरे वाह 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 क्या बात है യെസ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇത് ലൈക്ക് ഒരു മൂവിയിലെ സോങ് ആണ്. ഇത് ആക്ച്വലി ഒരു 9 പറഞ്ഞൊരു സ്റ്റുഡിയോ ആൽബം ഉണ്ട്. അതിൽ 9 ട്രാക്സ് ഉണ്ട്. ഇത് ആദ്യത്തെ ട്രാക്കാണ് ഓ സാഹിബ പറഞ്ഞ് കമ്പോസ്ഡ് ബൈ ശങ്കർ മഹാദേവൻ സർ. അപ്പം അവരുടെ ഒരു എഫേർട്ടാണ് അവർക്ക് ഓൾ 9 ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യത്തെ പാട്ട് ജോയ്, അതായത് സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് ആ ആൽബമിന്റെ ഒരു പാട്ടാണ്. ഓ ഓക്കെ, നൈസ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഈ പാട്ടിന്റെ സെലക്ഷൻ ഈ മൂവിയിലെ സോങ് തന്നെ എടുക്കണേ, നമുക്കൊന്നും അറിയില്ല. ചോദിച്ചു നോക്കാം ജഡ്ജസിനോട്. ചേച്ചി. യശ്, ഹായ് മാം. ഹലോ. ബ്യൂട്ടിഫുൾ സോങ്, നല്ല സോങ് സെലക്ഷൻ, താങ്ക് യു മാം. നന്നായി പാടി. താങ്ക് യു സോ മച്ച്. നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശം മ്യൂസിക്കിലൂടെ. ശരിക്കും ആ സന്തോഷം ഉണ്ടാക്കി, ആ ഒരു ഇമോഷൻ ഉണ്ട്. അതെ, ഒന്നാമത് യശിന് ഒരു പോസിറ്റീവ് ഒരു വൈബാണ്. യശിനെ കാണുമ്പോൾ യശ് കുറെ ഡാൻസ് ഒക്കെ ചെയ്തു, വെരി നൈസ് കേട്ടോ. ക്യൂട്ട് ഡാൻസ് ആയിരുന്നു. ആള് കുറച്ചൊരു ചമ്മലുള്ള ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് എല്ലാരെയും ഒന്ന് കൂളാക്കി. കോറസ് ഫാന്റാസ്റ്റിക് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. ഇത് 9 പറഞ്ഞൊരു സ്റ്റുഡിയോ ആൽബമാണ്, കമ്പോസ്ഡ് ബൈ ശങ്കർ മഹാദേവൻ സർ. അപ്പം ഇത് ആ ആൽബമിന്റെ ആദ്യത്തെ ഒരു പാട്ടാണ് ഓ സാഹിബ പറഞ്ഞ്. എഴുതിയത് ജാവേദ് അക്തർ സാബ്, പാടിയത് ശങ്കർ മഹാദേവൻ സർ, കമ്പോസ് ചെയ്തതും ശങ്കർ മഹാദേവൻ സർ. ഓക്കെ, ഗ്രേറ്റ്. നമ്മൾ ആക്ച്വലി ഇത് ഇങ്ങനൊരു നോൺ ഫിൽമി ഒരു സാധനം കയറി വന്നു. ബട്ട് ദെൻ ഐ തിങ്ക് കുറച്ചുകൂടി നമുക്കൊരു ഫിൽമി സോങ്സ് ആണ് എല്ലാവരും പെർഫോം ചെയ്യുന്നത്. അപ്പൊ പ്രേക്ഷകർ തീർച്ചയായിട്ടും ആലോചിക്കും എന്തല്ലേ, അല്ലേ ശരത് സർ? എന്തായാലും ആലോചിക്കും അതെങ്ങനെയാണ് ഒരാള് മാത്രം ഒരു ഡിഫറെന്റ് പാട്ടുമായിട്ട് വന്നതെന്നുള്ളത്.
അതെ മാം, അതെ, അതൊന്ന് ഫ്രം യോർ എൻഡ് ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, പാട്ട് ഇസ് എ ഗംഭീര പാട്ട്, അസലായിട്ട് പാടുകയും ചെയ്തു. അപ്പം ഇതൊരു നോൺ ഫിൽമി ഇതിലേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഒരു വിഷമമായിട്ട് നമ്മൾക്കല്ല മറ്റുള്ളവർക്ക് തോന്നുള്ളൂ. എനിക്കിതിപ്പം നമ്മുടെ ശങ്കർജി പാടുമ്പോഴത്തേക്ക് ശങ്കർജിയുടെ എപ്പോഴും നല്ലൊരു ത്രോ ആണ്. അദ്ദേഹം പാടുന്ന വാക്കുകളായാലും ഏത് ഭാഷ പാടുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ത്രോ. യശ് കുറച്ചുകൂടി ഒരു ഉഴപ്പിയിട്ടുള്ള ഒരു വാക്കുകൾ ഉച്ചാരണമാണെന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ട്. കാരണം മലയാളം പാടുമ്പോൾ മലയാളം അറിയില്ല എന്നുള്ള ഒരു പരിഗണനയുണ്ട്. അപ്പൊ ദെൻ ഹിന്ദി ഹിന്ദി നല്ല വശമുള്ള ഒരാളാണ്. എനിക്കിത് മാത്രമേ അതിലൊരു കുറച്ചുകൂടി ഒരു രജിസ്റ്റർ ആവണമെങ്കിൽ യു നീഡ് ടു ഗിവ് ഇൻ മോർ ഫോഴ്സ്. ഓക്കെ മാം. അതർവൈസ് ഇറ്റ്സ് എ നൈസ് സോങ്. നല്ല കാരണം ശങ്കർജിയൊക്കെ അങ്ങ് ഹൈ പിച്ച് പാടുന്ന അതിലൊരു ചെറിയൊരു അലാപ്പ് പോലെ ഒരു സാധനം എടുത്തുവല്ലേ ഇടയിൽ. ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത് സ്വീറ്റ് ആയിരുന്നു അത് കേൾക്കാൻ. എനിക്ക് ഒരു സാധനം മാത്രം ഞാൻ അത് വല്ലാണ്ട് അങ്ങ് ഫീൽ ചെയ്തത്, ഐ തിങ്ക് ഇറ്റ് ഈസ് ബെഹക്ക. അനുപല്ലവിയില് അത് മാത്രം ഒന്ന് പാടോ. मेरे ख्वाबों का है फूल खिला, महका हूँ मैं, जो चाहा था मुझे है वो मिला, बहका हूँ मैं. ഈ ആ ബെഹക്കാന്നായി പോയത്. നേരത്തെ എന്തോ വേറൊരു നോട്ട് എന്തോ ആണ് പാടിയത്. അത് മാത്രമാണ് എനിക്ക് അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തത്. ബാക്കി അതല്ലാതെ ഇറ്റ് വാസ് വെരി നൈസ് ടു ഹിയർ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. നല്ല ഇംപ്രൂവ്മെന്റ്സ്, നല്ല ആളാകെ ഗെറ്റപ്പേ മാറി സ്റ്റൈൽ ആയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് മാം. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. God bless താങ്ക് യു. you. താങ്ക് യു ചേച്ചി. ശരത് സർ. യശ്, ഹായ് സർ. ഹലോ. ഫിലിം സോങ് അല്ലാത്തതിൽ ഞങ്ങളുടെ ഖേദം പ്രകടിപ്പിച്ചു. അതെ. പിന്നെ അത് പറ്റരുത് കേട്ടോ. നിങ്ങളെല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. നമ്മളൊരു റൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്തുള്ളതായിരിക്കണം എടുത്തുകൊണ്ട് വരേണ്ടത് കേട്ടോ. പക്ഷേ ഓക്കെ സർ. ഓക്കെ സർ. ഇപ്പം ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ടും ഇത് ആദ്യം ആയതുകൊണ്ടും ഞങ്ങൾ ക്ഷമിക്കുന്നു. നല്ല രസമുണ്ട്. നല്ല രസമുള്ളത് നമ്മുടെ ശങ്കർ അണ്ണാച്ചിയുടേതല്ലേ. അപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ട്. പ്രത്യേകിച്ച് ആ സ്വരമൊക്കെ കേൾക്കുമ്പോൾ ടിപ്പിക്കൽ ശങ്കർ മഹാദേവൻ. അപ്പം അത് രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ കോറസ് അസാധ്യമായിരുന്നു. എനിക്ക് യഷിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട കോറസാണ്. ഒരു ജീവൻ കളഞ്ഞു നിന്ന് പാടുന്നതാണ്. പക്ഷേ ഇത് തുടക്കമൊക്കെ ഒരു ഗുമ്മില്ലായിരുന്നു. ഒരു സാഹിബയ്ക്ക് ഒരു ഉഴപ്പ് സാഹിബ്. അപ്പം അതൊന്ന് റെഡിയാക്കിക്കൊള്ളുക. എനിക്കൊരു പക്ക ഡപ്പാങ്കത്തൊരു കുത്ത് പാട്ട് യശ് പാടി കേൾക്കണം, കാണണമെന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പാട്ടുകളല്ലാതെ വലിയതായിട്ട് മ്യൂസിക്കാലിറ്റി ഒന്നും ഇല്ലാതെ എന്നാൽ കുത്ത് കൂടുതലുണ്ട്. ചെങ്ക് ഒന്ന് കേൾക്കണമെന്നുണ്ട്. എന്തായിരിക്കും ഇവിടെ ഒന്ന് കാണിക്കുന്നത് നോക്കട്ടെ. പിന്നെ ഡാൻസൊക്കെ അതിഭീകരം, അസാധ്യം. അത് കൊള്ളാതെ അത് മതി. ഇപ്പൊ ഇതിന് നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ കുശുമ്പായി യാഷിനെ കണ്ടപ്പോൾ. എന്നെക്കാളും ഭയങ്കരമായിട്ട് ചെയ്യുന്നില്ല. പിന്നെ യഷിന്റെ കാലം നോക്കിയിട്ട് ഞാൻ തല വരെ എത്തുമ്പോഴത്തേക്ക് പാട്ട് തീർന്നു. അത്ര കെട്ടടി മുറുക്കനെ പോലെ നീണ്ടങ്ങ് കിടക്കുക. പക്ഷെ എന്നാലും യഷിനെ എനിക്കിഷ്ടമാണ്. യഷിന്റെ ഒരു ഇന്നസെൻസ്. അപ്പൊ എന്തായാലും യഷിനെ ഇങ്ങനെ കണ്ട ആ ഡാൻസ് ഒക്കെ കാണാൻ കഴിഞ്ഞതിൽ കുറെ ഓക്കെ. യശ് നന്നായിട്ട് പാടി. യശ് താങ്ക് യു സർ. താങ്ക് യു സർ. പക്ഷേ ഇവർ പറഞ്ഞു ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നിന്ന് നമ്മളൊരു സോങ് എടുത്തിട്ട് വരുമ്പോൾ അത് അത്ര ഫെമിലിയർ ആവണമെന്നില്ല ഒരുപാട് പേർക്ക്. എന്തായാലും ചിലപ്പം കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലായിരിക്കാം എന്നുള്ളൊരു പാട്ട്. ബാക്കി എല്ലാവരും വന്ന് പാടിയതെന്നൊക്കെ എല്ലാവരും കേട്ട പാട്ടുകളാണ് വന്ന് പാടിയത്. എല്ലാവരോടും കൂടി പറയണം, ഇൻഡിപെൻഡന്റ് മ്യൂസിക് നിങ്ങൾ കേൾക്കണം. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ് ബോളിവുഡിൽ. അപ്പം അതെല്ലാവരും കേൾക്കണം. അത് കൊണ്ടുവന്നിട്ട് ഇവിടെ പാടണം എന്നല്ല ഞാൻ പറയണേ. ഭയങ്കരമായിട്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആവും. പിന്നെ പാടിയതിനെ പറ്റി ഞാൻ എന്താ പറയുക, ശങ്കർജി കമ്പോസ് ചെയ്തിട്ട് ശങ്കർജി പാടിയ പാട്ടാണെങ്കിൽ നമുക്കറിയാലോ അത് എന്തായിരിക്കും. അപ്പം അത് ഓഫ് കോഴ്സ് ശങ്കർജിയുടെ ആ ഒരു പവർ ഇസ് സംതിങ് എൽസ്. അത് നമുക്ക് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അത് കാരണം അതങ്ങനെയാണ്, ആ മനുഷ്യൻ അങ്ങനെയാണ്. അപ്പം ആ ഒരു ഐറ്റം വരെ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. യെസ്, ഇനി മാർക്സ് ചോദിക്കാം. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ശരത് സർ. എന്താ കൊടുക്ക് ശരത് സർ. യശിന്റെ മാർക്ക് എന്താ സർ? 7.6. താങ്ക് യു. താങ്ക് യു ശരത് സർ. ചേച്ചി. യശ്
Yes, ma'am. 7.7. Thank you, ma'am. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 15.3. ഓൾ ദി ബെസ്റ്റ്. Thank you so much. അടുത്തതായി ഗോൾഡൻ മെലഡി റൗണ്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, Yes. സോ ലെറ്റ്സ് വെൽക്കം അശ്വതി അച്ചു ചേച്ചി. വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. എന്ത് തോന്നി, എങ്ങനെ പാടി? കുഴപ്പമില്ല, പാടാൻ പറ്റിന്ന് തോന്നുന്നുണ്ട്, പക്ഷെ മിസ്റ്റേക്സ് ഉണ്ട്. കുഴപ്പമില്ല, എങ്ങനെ ഉണ്ടായിന്ന് പറയാ ചേച്ചി. അശ്വതി മാം, അസലായി പാടി. താങ്ക് യു മാം. ഒരു പേടി ഉണ്ടായിരുന്നോ? നല്ലോണം ഉണ്ടായിരുന്നു. അത് ക്യാരക്ടറാ. ആ ക്യാരക്ടർ അങ്ങനെയാ. പണ്ട് സുജാ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അത് ഭയങ്കര നെർവസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് പാടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്കത് എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം അത് ക്യാരക്ടറിനെ മാച്ച് ചെയ്തു, അങ്ങനെയൊക്കെ ചേച്ചി പണ്ട് പറയുമായിരുന്നു. അപ്പോൾ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് സെലക്ഷൻ. അത് ഡീറ്റെയിൽസ് പറയൂ, ആരൊക്കെയാണ് ഇത് പാടിയത്? സുജാത മാം ആണ്. മൂവി പ്രണയവർണ്ണങ്ങൾ. ലിറിക്സ് എഴുതിയത് സച്ചിദാനന്ദൻ പുഴങ്ങര. പിന്നെ മ്യൂസിക് വിദ്യാസാർ. എല്ലാം ആദ്യം ലാസ്റ്റില് ലിറിക്സ് മ്യൂസിക്കൊക്കെ ലാസ്റ്റില്, ബാക്കിയെല്ലാം പറഞ്ഞു. നല്ല സുന്ദരിയായിട്ട് നിന്ന് നല്ല സ്റ്റൈലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. സുജാ ചേച്ചിയുടെ പാട്ടുകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ ഈ ഒരു പാട്ട്. അതിനകത്ത് ചേച്ചി കുറച്ച് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് സംഗതികളായാലും കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. മോൾ അത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. കാരണം ചില ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇത്രയും ഈസി ആയിട്ട് ഇമോഷൻസ് ഒക്കെ കൊടുത്ത് പാടിയിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ അത് മോൾ കുറച്ചുകൂടി ഒന്ന് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ ചില ഭാഗങ്ങളൊക്കെ പല്ലവി തന്നെ, പുലരീതൻ, ആ മോൾ ആ ലൈനൊന്ന് പാടൂ. ഇപ്പൊ തന്നെ മോള് പാടുമ്പോ എവിടെയെങ്കിലും ബ്രേക്ക് ചവിട്ടണോന്ന് നോക്കി പുലരീതൻ. ഇതിപ്പോ മോളുടെ കണ്ണ് പോകുന്നുണ്ട്, പുലരീതൻ. എല്ലാം ഓരോ അക്ഷരത്തിലൂടെ മോള് ട്രാവൽ ചെയ്ത് പോവാ. അങ്ങനെ ആലോചിച്ച് പാടരുത്. അതൊരു ഈസിൽ വരണം, സുഖമായിട്ട് വരണം. അത് നമുക്കത് കേൾക്കുമ്പോ മോൾ ഓരോ സ്ഥലത്ത് നിർത്തി പോവാണ്. അത് പെട്ടെന്നൊരു നമ്മളൊരു കീബോർഡിലൊരു കീ കൊണ്ട് പ്രസ് ചെയ്തതുപോലെ പാടരുത്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മോള്. അതാണ് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം. പിന്നെ പേടി വേണ്ട, പേടി ആ ക്യാരക്ടറിൽ ഇരുന്നോട്ടെ, പാട്ടിൽ വേണ്ട. ഓക്കെ, യു ക്യാൻ ഡു വെൽ. ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് പുഷ്പം പോലെ പാടാം. പുഷ്പ ഫയറാണ് അല്ലേ? അതുകൊണ്ട് ജസ്റ്റ് ഇതിൽ കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യാം ഈ ഒരു പാട്ടിൽ. നന്നാവും, ഇനിയും നന്നാവും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. എന്തിനാ എത്ര പേടിക്കുന്നേ? ഇല്ല, ഒരു അങ്ങനെ ഷെഡ്യൂൾ കഴിഞ്ഞില്ലേ നമ്മള്? അല്ല, ഇതില് ഒരു സംഗതി എനിക്ക് ഇടയ്ക്കേ വരണുള്ളൂ. ഏതാണത്? അവളെ. അവളെ, അത് തന്നെ. ഏതവളെയാ ഇഷ്ടമല്ലാത്ത? ഒന്ന് പാടിക്ക ധൈര്യമായിട്ട്. ഞാൻ പറയട്ടെ, പാറു, നിന്റെ അനുവാദമില്ലാതെ ഞാൻ അകത്ത് കടന്നുപോയി, അറിയാം. സാരില്ല ശരത് സാർ. ഓക്കെ. അല്ല, കഷ്ടപ്പാടും ദുരിതവും അത്. ഒന്ന് എത്തിച്ചേ അവിടെ കൊണ്ടുപോയി. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ തെറ്റുമെന്ന് ഉറപ്പിച്ചേക്കുക. അപ്പൊ തെറ്റും. ഒരു സജഷൻ സർ, ഇപ്പൊ ഈ ഒരു ഭാഗം കിട്ടുന്നില്ല എന്നുള്ള ഭയത്തിലാ പോകുന്നത്. ഇത് ഒരു അര നോട്ട് കുറച്ചിരുന്നെങ്കിൽ ഈ പാട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് മോള് പാടുമായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ. രജിത്തെ, ഒരു അര നോട്ട് ഒന്ന് കുറയ്ക്കാമോ? ഇതിനൊന്നും പാടാമോ? എന്നാലും ക്ലാരിറ്റി വേണം, കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം. ഓക്കെ സാർ. ഒരു അക്ഷരങ്ങൾ പറഞ്ഞ് എനിക്കിപ്പോൾ ഇത് പാടുന്ന കേട്ടോ ഒരു അനുരാധ പാടുന്ന പോലെ ഇരുന്ന് എനിക്ക് പെട്ടെന്ന്. അനുരാധ ഈ പുലരി തന്നെ ഒക്കെ പാടുമ്പോൾ ഒരു അനുരാധ ശ്രീറാം പാടുന്ന പോലെ തോന്നി. കാരണം അക്ഷരങ്ങൾ പറയുന്നതൊക്കെ രസമുണ്ട്, ഒരു ഐഡൻറ്റിറ്റിയാണ്. അതൊക്കെ വേണം കേട്ടോ, എന്ന് പറഞ്ഞ് മറ്റേ എല്ലാം കൊണ്ട് കളയരുത്. ഓക്കെ സാർ.
താങ്ക് യു ശരത് സർ. ഓക്കെ ഷാനിക്ക. അശ്വതി സാർ സന്തോഷായോ? സന്തോഷായി. ഇല്ല, ഇത് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറിജിനലിന്ന് ഒരുപാട് സ്കെയില് താഴ്ത്തിയോ? കുറച്ച് സി ആയിരുന്നു, ഞാൻ എ ഷാർപ്പ് ആക്കിയിട്ടുണ്ട്. ആണോ ഓൾറെഡി? ഓ, സീന്ന് എ ഷാർപ്പ് ആക്കി അല്ലേ? ഓ, അപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിച്ചല്ലോ. എനിക്ക് ഹൈ എത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. കുങ്കുമല്ലേ അല്ലേ ഏറ്റവും ഹൈസ്റ്റ് പോർഷൻ? ആ എന്നാ പിന്നെ വേറെ പാട്ട് സെലക്ട് ചെയ്തോളൂ. ഞാൻ ചോദിക്കണേ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള. കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ കേട്ടൊരു പാട്ടാണ്. ഇപ്പം മഞ്ചരി പറഞ്ഞിട്ടും ശരത്തേട്ടൻ പറഞ്ഞിട്ടും ഇപ്പോൾ ഒരു നോട്ട് എഗൈൻ ഒന്ന് താഴ്ത്തിയപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റും. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സോങ് എന്ന് പറയുന്നത് അതൊരു സ്കെയിലിൽ, ഇപ്പം എൻ്റെ അകത്തിന് വേളയിൽ ഡിയിൽ ആണ് ഞാൻ ചെയ്തത്. അത് ഡിന്ന് ഓക്കെ ഒരു സി ഷാർപ്പ് സി വരെ പോകുന്നതിൽ, പക്ഷെ അത് ബി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഒരു സോങ് ഇസ് മെയ്ഡ് ഇൻ വൺ സ്കെയിൽ. അപ്പോൾ അത് ഐഡിയലി ആ സ്കെയിൽ കേൾക്കുമ്പോഴാണ് നമുക്കും ഓക്കെ എന്താ രസം കേൾക്കാൻ. ഇപ്പം മോൾ പാടിയതിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നല്ല ഞാൻ പറയണേ. എനിക്ക് അവളെയാണ് ഇഷ്ടാവാതിരുന്നത്. എനിക്ക് അവളെ ഇഷ്ടമായില്ല. അവളെ മറ്റവളെങ്കിലും ഇഷ്ടമാവട്ടെ. അവളെ എല്ലായിടത്തും ഇങ്ങോട്ടോ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ഓക്കെ സാർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ മാർക്സ് ചോദിക്കാം. മഞ്ചരി ചേച്ചി. അശ്വതി കുട്ടിക്ക് ഇന്നത്തെ പെർഫോമൻസിന് 7.4. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. അശ്വതി സാർ 7.3. താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ സോ ടോട്ടൽ 14.7. അടുത്ത റൗണ്ടിൽ ഇങ്ങനെ നാണം കുണിയോ നിൽക്കരുത്. ടെൻഷനൊക്കെ മാറ്റി വെച്ച് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.